ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മുടെ 2 days വെഡ്ഡിംഗ് കേക്ക് മാസ്റ്റർ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പ്രൈവറ്റ് ക്ലാസ് ആയിരുന്നു. ഈ ഒരു ക്ലാസ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു കഥ തന്നെ പറയാനുണ്ട്. അയർലാൻഡിൽ നിന്ന് മഞ്ജുവാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 8 months ആയിട്ട് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി എൻക്വയറി നടത്തുകയും ഈ ഒരു ക്ലാസ്സിന് വേണ്ടി മാത്രമായിട്ട് അയർലാൻഡിൽ നിന്നും ഇവിടെ എത്തിയ ആളാണ് കേട്ടോ മഞ്ജു. ശരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു ക്ലാസ്സിന് വേണ്ടി അത്രയും ലോങ്ങിന്ന് അത് ഇവിടെ വരെ വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ശരിക്കും ആ ഒരു എഫേർട്ടിനെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. ആൾ അത്യാവശ്യം നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാളാണ്, നല്ല നല്ല കേക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പഞ്ചുകൾ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർ ക്രീമുകൾ, പ്രീമിയം എക്സോട്ടിക് ഫില്ലിങ്ങുകൾ, ഫ്രോസ്റ്റിങ്ങുകൾ, അതൊക്കെയായിരുന്നു നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വിപ്പ്ഡ് ക്രീം വെഡ്ഡിംഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫോണ്ടൻ വെഡ്ഡിംഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, കേക്ക് എങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യുന്നത്. മിക്കവരുടെയും ഒരു പ്രശ്നം കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആളെത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡമ്മിയിൽ എങ്ങനെയാണ് കേക്ക് ചെയ്യുന്നത്, ഡമ്മിയിൽ എങ്ങനെയാണ് ഫോണ്ടൻറ്റ് കവർ ചെയ്യുന്നത്, അതുപോലെ ഫോണ്ടൻറ്റിൽ കളർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെഡ്ഡിംഗ് കേക്ക് എനിക്കൊരു എമറാൾഡ് ഗ്രീനിൽ വേണം എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ റോയൽ ഐസിങ്, സ്റ്റെൻസിലിങ്, അതുപോലെ മാർബിളിങ് ഇഫക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ. എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ വിപ്പ്ഡ് ക്രീമിൽ എങ്ങനെയാണ് ഡാർക്ക് കളേഴ്സ് കൊടുക്കുന്നത്, എയർ ബ്രഷ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമ്മളൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും റെസിപ്പി ബുക്ക്ലെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള ആളുടെ ഫീഡ്ബാക്ക് നമുക്ക് ആളിൽ നിന്ന് തന്നെ കേൾക്കാം. അങ്ങനെ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെർവ് ചെയ്തു. ക്ലാസ്സും അതേപോലെ തന്നെ സജിനയുടെ ഹാർഡ് വർക്ക് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിന് വരുമ്പോഴത്തേന് സജിന എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അപ്പം ക്ലാസ് സൂപ്പർബ്. എല്ലാ കാര്യങ്ങളിലും ഞാൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ആൻസർ ചെയ്യും. താങ്ക് യു സോ മച്ച് മഞ്ജു. അപ്പോൾ നമ്മൾ ചെയ്ത കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്കുകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.